ഹലോ മൈ ഗൈസ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചാലഞ്ച് ആയിട്ടാണ്, ക്യാരക്ടർ സ്വിച്ചിങ് ചാലഞ്ച്. ഇപ്പൊ ഞാൻ പറയാം എക്സാമ്പിൾ ആയിട്ട്. ഇപ്പൊ എനിക്ക് സനഹാനെ കിട്ടിയെന്ന് വിചാരിച്ചോ, സനഹാൻ ഇപ്പൊ എന്തൊക്കെയാ കാട്ടുകയെന്ന് ഞാൻ അത് അതേപോലെ ചെയ്യും. എനിക്ക് നിദാനെ കിട്ടിയ പക്ഷെ ഞാൻ നിദ എന്തൊക്കെയാ ചെയ്യുന്നുള്ളത് ചെയ്യും, അതേപോലെ ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഗൈസ് കുലിക്കിടാൻ ഞങ്ങൾ പേരൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. ഗൈസ് നമുക്ക് കുലിക്കാലോ. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുക. ഗൈസ് ഇവൾക്ക് ഫസ്റ്റ് ആരെ കിട്ടുന്നത് നോക്കാം. അയ്യോ ഞാനാവല്ലേ, ഞാനായി ഗൈസ്. സ്റ്റെപ്പ് കിട്ടും. എനിക്ക് എന്റെ പേരെന്നെ കിട്ടി, അതേപോലെ ഒന്നും കൂടി കുലിക്കിടാം. ഗൈസ് ഇത് ഭയങ്കര. അപ്പൊ നിന്റെ പേര് മാറ്റിയിട്ട് ബാക്കി രണ്ടുപേരിൽ ഏതിനാ കിട്ടുന്നത് നോക്കാം ഗൈസ്. അതാവുമ്പോ അമ്മ മനസ്സിലായി. എനിക്ക് കിട്ടി, അടുത്തോട്ടാ ഗൈസ്. ഇവളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ പേര് ഒഴിച്ച് ബാക്കി രണ്ടുപേരുടെ പേര് നോക്കുന്നത്. ഏത് എന്റെ ഇത് മാറ്റാം നമുക്ക്. ബാക്കി രണ്ടുപേരുടെ അല്ല, ഇത് രണ്ടുപേരുടെ വെച്ച് ചെയ്യാം. നിന്റെ എവിടെ കിട്ടിയല്ലോ സനിഹ കഴിഞ്ഞു ഗൈസ്. കിട്ടി ഗൈസ് എല്ലാവർക്കും. എനിക്ക് നിത. എനിക്ക് ആക്ഷൻ ഒന്നും കാണിക്കണ്ട, വെറുതെ പറഞ്ഞാൽ മാത്രം മതി. എന്താ ചെയ്യാന്നുള്ളത് പറഞ്ഞു. ഇവളെ കുറിച്ചാണ് ഇതാണെങ്കിൽ ഇവള് സനഹാണ്. അപ്പൊ എനിക്ക് സനഹാണ് കിട്ടുന്നത്. ഞാൻ ബാന. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ഞാൻ സെക്കൻഡ് ഞാൻ കാണിക്കാം. ആരെ കുറിച്ച് സനഹാനല്ലേ ഞാൻ കാണിച്ചു തരാം. ഓ എനിക്ക് മലയാളം പഠിക്കാൻ വയ്യ. എന്താ പറയുന്നു, എനിക്ക് മലയാളം പഠിക്കാൻ വയ്യ. ഇങ്ങനെയാണ് സനഹാന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ. അടുത്തത് വേറെ ആരെയും കാണിച്ചോ. അടുത്ത് ഞാനാണ് വരാൻ പറയുന്നത്. ഇതാണ് ക്യാരക്ടർ പറഞ്ഞാൽ ഫുൾ അന്ധവിശ്വാസം പറഞ്ഞാൽ അന്ധവിശ്വാസമായിരിക്കും. അതെങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു. അത് വന്നിട്ട് നമ്മള് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചോ, ആരെങ്കിലും അവര് അങ്ങനെ റോഡിൽ കൂടെ നടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ പറയും തുണ്ട് പുറത്ത് കള അല്ല, അത് വന്നിട്ട് അല്ലെങ്കിൽ കൊതിപെടും പറയും. ഫുൾ അന്ധവിശ്വാസത്തിന്റെ ആളാണ്. ഇതാണ് നിദാന്റെ. ഇപ്പൊ നമ്മൾ ആർക്കെങ്കിലും ഒരു സീക്രട്ട് പറഞ്ഞാൽ അത് അവളെ കുറിച്ചാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് അവൾ എന്നിട്ട് അടിക്കും. അതാണ് അവളുടെ ക്യാരക്ടർ, മെയിൻ ക്യാരക്ടർ അവളുടെ. എല്ലാരും പേപ്പർ ഇതിന്റെ ഉള്ളിൽ ഇട്ടോളൂ. ഒന്നും കൂടി നമുക്ക് കളിക്കാം. ഇനി ഷഫിൾ ചെയ്യുമ്പോ എനിക്ക് എന്റെ പേര് ശരിക്കും എന്റെ പേര് ആർക്കും കിട്ടാൻ പാടില്ല. ഇനി വേറെ കാര്യം പറയണം. നിറയെ പല കാര്യങ്ങളുണ്ടാവും, അത് നമ്മൾ അറിയില്ല. കുറച്ച് നീങ്ങിയിരിക്കും. നീങ്ങിരിക്കണ്ടേ? നീങ്ങിരിക്കാൻ നോക്കാം. പോയവട്ടോ ഒരേ മേരി പേര് കിട്ടിയത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഞാനാട്ടോ ഈ വട്ടം ചെയ്യാൻ പോകുന്നത്. ശരി അവള് ചെയ്യട്ടെ, നമുക്ക് പോവാം. പെട്ടെന്ന് എന്തെങ്കിലും കാര്യം പറ, പെട്ടെന്ന് ദേഷ്യം വരും. എന്തെങ്കിലും എഴുതുകയാണ്, ഇപ്പൊ എക്സാം ടൈം എഴുതുകയാണ് വിചാരിച്ചോ, അത് തെറ്റി എന്ന് എഴുതുന്ന അവൾക്ക് നല്ലോണം ദേഷ്യം വന്നിട്ട് അവള് ഇത് കോംപ്ലിക്കേറ്റ് ആയുള്ള ക്വസ്റ്റ്യൻ. ഇത് ഇവൾക്കും കൂടെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവളുടെ വരുമ്പോ ഞാൻ പറഞ്ഞു എന്താന്നുള്ളത്. അത് ഇവൾക്കില്ല, ദേഷ്യം വരും പെട്ടെന്ന്. ഇപ്പൊ ഞാന് നിദാന്റെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവൾക്ക് അറിയണം. അറിയില്ലെങ്കിൽ അവൾക്ക് പ്രശ്നം. പിന്നെ പൊത്തുകളി എന്നെ കളിക്കണം എന്നുള്ളതാണ് അവളുടെ പ്രശ്നം. ശരി, ഇനി അടുത്തത് നിത. ഞാൻ സനഹാനെ കുറിച്ച് എനിക്ക് പറയാൻ ഒരു വാക്ക് പറയാം. അവൾക്ക് ഈ പൊത്തുകളിയുള്ള സാധനം കളിക്കാനേ പറ്റാം. അവൾക്ക് വന്നിട്ട് ഈ എന്താണ് പെൻ ഫൈറ്റ് അതൊക്കെ കളിക്കണം. കാരണം അവളാണ് അതിൽ ജയിക്കുക. അതുകൊണ്ട് അവൾക്ക് പെൻ ഫൈറ്റ്. ഞാൻ ഇതാരെ കുറിച്ച് പറയാം. ഞങ്ങള് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണമായിരിക്കും. ഞങ്ങള് ഫസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ്, ഞാൻ സെക്കൻഡ് പറയും. അപ്പൊ അവള് അല്ല ശരിടി അതിലൊരു ദേഷ്യമുണ്ട്. മിണ്ടാതിരിക്കട്ടെ, പറയട്ടെ. പിന്നെ പറയുകയാണെങ്കിൽ അവളുടെ ഗുഡ് ക്വാളിറ്റി എന്ന് വെച്ചാൽ വേറെ ഡാൻസ് ഉണ്ട്.
ഇങ്ങനെ 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 കളിച്ചുകൊണ്ടേ ഇരിക്കും ഗൈസ്. ഇതാണ് നിദാന്റെ ഒരു ക്വാളിറ്റി. അവൾക്ക് ഗുഡ് ക്വാളിറ്റി അങ്ങനെ ഇല്ല ഗൈസ്. ഇവൾക്ക് ഇപ്പൊ ഒരു വേർഡ് ഞങ്ങൾ ഡിറ്റേഷൻ ഇടണമെങ്കിൽ ഒരു വേർഡ് പറഞ്ഞു ഞങ്ങൾ രണ്ടാളും എഴുതി കഴിഞ്ഞു. പക്ഷെ അവള് എഴുതി കഴിഞ്ഞിട്ടില്ല. ചോദിച്ചോണ്ടേയിരിക്കണം. മലയാളമാണ്. ഒരു ഡൗട്ട് ചോദിച്ചാൽ ക്ലിയർ അറിയാത്തവർക്ക് പിന്നെ ചോദിക്കാണ്ട് പിന്നെ എന്താ ചെയ്യാൻ? ഇങ്ങനെയാണ് ക്യാരക്ടർ. ഇപ്പൊ ദേഷ്യം വന്നു അടുത്തത് ഇത്രയും